നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുന്നു. ഇത്തവണ തിരുവനന്തപുരത്താണ് എത്തുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 27-ാം തീയതി, ഈ മാസം 27-ാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്തെത്തും എന്നാണ് അറിയുന്നത്. BJPയുടെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന വിവരമാണ് കിട്ടുന്നത്. നേരത്തെ അമിത്ഷാ വരും എന്നാണ് പറഞ്ഞിരുന്നത്, BJP പറഞ്ഞിരുന്നത്. ഈ കഴിഞ്ഞ 13-ാം തീയതി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നേരത്തെ BJP കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നത്. പക്ഷേ അമിത്ഷായുടെ അവിടുത്തെ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടും അവിടെ അമിത്ഷാ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടും അവിടെ ചില സംഭവവികാസങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടും അമിത്ഷാ തീയതി മാറ്റുവാനുണ്ടായത്. അങ്ങനെ പിന്നീട് അമിത്ഷായ്ക്ക് വേണ്ടി മറ്റൊരു ദിവസം ആലോചിക്കാൻ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത്, സുരേന്ദ്രൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്നത് 27-ാം തീയതി പ്രധാനമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് വീണ്ടും, കേരളത്തിൽ വീണ്ടും പ്രധാനമന്ത്രി വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തിരുവനന്തപുരത്താണ് വരുന്നത്. ഇത്രയും ദിവസം തൃശ്ശൂരും ഒക്കെയാണ് വന്നത്, എറണാകുളത്ത് വന്നു. ഇപ്പോഴിതാ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പ്രത്യേകിച്ച് പാർട്ടി പരിപാടി തന്നെയാണ്. അന്ന് ഇനി എന്തെങ്കിലും ഒഫീഷ്യൽ പരിപാടികളുണ്ടോ എന്നത് വ്യക്തമല്ല. ചിലപ്പോൾ ചില ഒഫീഷ്യൽ പരിപാടികളും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചേക്കാം. 27-ാം തീയതി വരെ ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ PM ഓഫീസിൽ നിന്നുള്ള ചില വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് 27-ാം തീയതി വരും എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത്. അത് BJPയുടെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒപ്പം ഒഫീഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനും സാധ്യത ഉണ്ട്. അതിപ്പോൾ പുറത്തു വന്നിട്ടില്ല, വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ രാഷ്ട്രീയമായി തന്നെ അതിനെ വളരെ പ്രാധാന്യമായിട്ട് കാണുന്നു. തിരുവനന്തപുരം എന്ന മണ്ഡലം BJP അല്പം A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കാണുന്ന മണ്ഡലമാണ്. BJPക്ക് കുറച്ച് സ്വാധീനം കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമാണ്. ഇടതുമുന്നണി 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. ഇപ്പോൾ ശശി തരൂരിൻ്റെ അവസ്ഥ, വീണ്ടും മത്സരിക്കുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ശശി തരൂര് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. പക്ഷേ ശശി തരൂർ മത്സരിക്കാൻ മറ്റൊരു സാധ്യത കാണുന്നത്, ഇനി കോൺഗ്രസിന് അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ, മറ്റൊരാളിനെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ സാധ്യമല്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം MP-മാരെ കിട്ടാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. ആകെ പ്രതീക്ഷ കോൺഗ്രസിന്. കേരളത്തിലെ ഒരു MP പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള പരിശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. കേരള ഘടകവും അതുപോലെ AICC ഘടകവും ഒക്കെ മാക്സിമം കേരളത്തിൽ നിന്നും സീറ്റ് നേടുക എന്ന ഒരു പ്രവർത്തനവും ലക്ഷ്യവുമാണ് നടത്തുന്നത്. കേരളം മാത്രമാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ മത്സരിക്കും. വയനാട്ടിൽ മത്സരിക്കരുത് എന്ന് CPI പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CPI പറയുന്നത് അവർ കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇത് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ഒരു പ്രധാന പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട 2 പാർട്ടികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ അതൊരു ആരോഗ്യകരമായ ഒരു മത്സരമായിട്ട് വ്യാഖ്യാനിക്കില്ല. അതുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കരുത് എന്ന് CPI പലപ്പോഴും പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് പ്രതീക്ഷയുള്ളത് കേരളമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി വരാൻ സാധ്യതയുണ്ട്. അത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് BJP ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി 27-ാം തീയതി വരുന്ന ദിവസം അതോടുകൂടി മത്സരിക്കുന്ന പ്രധാന വ്യക്തി ആരായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ഉണ്ടാകാനും സാധ്യതയുണ്ട്.